ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ സെക്കൻഡ് ലണ്ടൻ ട്രിപ്പിൽ പോവുകയാണ്. ഇവിടെ ബാക്കിൽ ഒരാൾ കിറങ്ങിയിരിപ്പോണ്ട് എൻ്റെ വീട്ടിൽ വന്ന് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന അവസാനം ഇരിപ്പിന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ആക്ച്വലി വ്ളോഗ് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം ഞാൻ ഇവിടെ മൂൺ കണ്ടു, പെട്ടെന്ന് കാണുന്നില്ല. മൂണിന്ന് ഭയങ്കര താഴെ വന്നിരിക്കുക. ഞാൻ പറ്റി അത് കാണിച്ചു തരാം. അവിടെ ദൂരെയുണ്ട് മൂൺ ചേട്ടൻ. ഞാൻ പെട്ടെന്ന് വെച്ചാൽ ആൾ ഫ്ലൈറ്റ് പിടിച്ച് പോയി. അതെ ഇവിടെയുണ്ട്. ഭയങ്കര താഴെ ഇരിക്കുന്നതുകൊണ്ട് മരത്തിൻ്റെ ഒക്കെ ഇടയിൽ കാണാൻ കൂടി വയ്യ. ഓക്കെ വരൂ നമുക്ക് പോകാം. സോ നമുക്ക് ബിസിനസ് ക്ലാസ് നമ്മൾ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന എമിറേറ്റ്സിൽ. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോഞ്ച് തന്നെ ബിസിനസ് ക്ലാസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് വേറൊരു ലോഞ്ചാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അല്ലെങ്കിൽ മറ്റേ ലോഞ്ചാണ് വേറെ എവ്രിബഡി ഈസ് കമ്മിങ്. ഹൗ ഡിഡ് യു ലൈക്ക് ദ ലോഞ്ച്? ഡിഡ് യു ലൈക്ക് വന്ന് തുടങ്ങിയപ്പോഴേ ഉള്ള എല്ലാ ഗ്രാൻഡ് എൻട്രൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ബിസിനസ് ക്ലാസ് സുഖം ഉണ്ടായിരുന്നല്ലേ? ഇനി ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. എനിക്ക് വേറൊന്നും കണ്ടിട്ട് പ്ലീസിങ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പൊറോട്ടയും മീൻകറി എടുത്തു. ഇവിടെ ഒരാൾ ഗീ റോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആളുടെ സ്ഥിരം ഫുഡ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ ആക്ച്വലി എത്തും പിടിയില്ലാതിരിക്കുകയാണ്. കാരണം എനിക്ക് പൊറോട്ട ഇതിൻ്റെ കോമ്പിനേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനൊരു തട്ട് ദോശ ചോദിച്ചു, തട്ടിൽ കുട്ടി ദോശ. പിന്നെ അത് വന്നാൽ അതെങ്കിലും മുക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം എനിക്ക് മൊത്തത്തിൽ ഒരു ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി മരുന്നൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐ റിയലി ഹോപ്പ് ഐ ഡോണ്ട് വോമിറ്റ് ദിസ് ഇൻസൈഡ് ദി ഫ്ലൈറ്റ്. ബിസിനസ് ക്ലാസ്സിലൊക്കെ പോയി ഛർദ്ദിച്ചാൽ അതത്ര ശരിയാവത്തില്ല. ശരി, തട്ടിൽ കുട്ടി ദോശയും ഈ പാവപ്പെട്ട ചട്നിയും എനിക്കിഷ്ടമായി. കൊള്ളാം. ആദ്യമായിട്ടൊന്ന് ബിസിനസ് ക്ലാസ് സീറ്റിൽ കയറാതെ വിചാരിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല അല്ലേ? ഇവിടെ ഫ്ലൈറ്റ് ഡിലേ ആയി. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് പോലെ ഡിലേ ആയി. അപ്പോൾ ഇപ്പോൾ അവിടെ ഫുള്ള് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് വേറെ ചെക്കിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അറിഞ്ഞൂടാ ഇനി വെയിറ്റ് ചെയ്തിട്ട്. സോ സത്യം പറഞ്ഞാൽ ഒന്ന് ഉറങ്ങിയാൽ മതി. ബിക്കോസ് ഞാൻ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും. ഇതിപ്പോൾ ഇവിടുത്തെ 4:40 ആയി, എന്നിട്ട് കിടക്കാൻ പറ്റിയിട്ടില്ല. കണ്ണൊക്കെ നീറിയിട്ട് പോയി. ഇയാൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി കിടന്ന് ഉറങ്ങി. എനിക്ക് അതും പറ്റിയില്ല. ഫ്ലൈറ്റ് കയറിയ 1-2 ഷോട്ട്സ് കാണിച്ചിട്ട് അതിനുശേഷം നമുക്ക് ലണ്ടൻ ഫ്ലൈറ്റിൽ കാണാം. അതാണ് മെയിൻ റിവ്യൂ. അതെ അതെ അതെ. ഓക്കെ, അങ്ങനെ നമ്മൾ എങ്ങോട്ടാ? ലെഫ്റ്റ് ആണോ? ഓ ശരിയാണ്, ശീലമില്ലല്ലോ. അതെനിക്കും അറിയില്ല. നമുക്ക് പതുക്കെ ഇരുന്ന് പഠിക്കാം. സൈഡിൽ ടാബ് വരെ ഉണ്ട്. ഇനി ടാബിൽ സിനിമ കാണണമെങ്കിൽ ടാബിൽ കാണാം. ഇതൊന്ന് റിക്ലൈനർ ആക്കി നോക്കി എങ്ങനെയാവുന്നത് നോക്ക്. ഫുൾ സ്ലീപ്പിന്റെ ബട്ടൺ ക്ലിക്ക്. ഇതൊന്നും ആവുന്നില്ലല്ലോ. Is it moving? It's like moving completely. Till അശ്വിൻ ഇവിടം വരെ കിടക്കുന്നത്ര. Eating my favorite food. ഞാൻ വീട്ടിൽ നിന്ന് അപ്പച്ചി കൊണ്ട് വെട്ടിച്ച് കൊണ്ടുവന്നു. I'm like so happy because I bought it. എനിക്ക് വേറൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. I'm done. Which one would you like to have? First, we use the berry or the Italian. Welcome drink. ഇഷ്ടമുള്ള എടുക്കാം. I think you should go for the berry berry. Good morning, ladies and gentlemen. ഒന്നും മനസ്സിലാവണില്ല. ചാടിക്കറി വൈൻ ലിസ്റ്റ് ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആരെ തോപ്പിക്കാൻ? ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മെനു ശരി ചേച്ചി എന്ന് പറഞ്ഞങ്ങ് വാങ്ങിച്ച്. വില കൂടിയ മേടിക്കാം. ഞാൻ പൈസ കൊടുക്കൂല കേട്ടോ. പൈസ വല്ലതും ചോദിച്ചാൽ ഞാൻ മുങ്ങും. ഞാൻ പറയും എനിക്ക് ഇപ്പുറത്തേക്കുന്ന ആളെ അറിയത്തില്ല എന്ന് ഞാൻ പറയും. സിനിമ മട്ടുന്ന പാത്രക്ക് ചോദിക്കുമ്പോ മൂടുപോയി.
Emil, it's a pleasure flying you to Dubai this morning. Do you recommend that juice to people? With an updated arrival time. I can't drink. ഞാൻ കുടിക്കില്ല. I don't think. എനിക്ക് എൻ്റെ സ്ട്രോബെറി വെച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കിതാണ് ബെറി മെറി. പക്ഷെ എന്തോ ഡിഫറെൻ്റ് ഉണ്ട്. എൻ്റെ ബെറി മെറി ഇതാണ്. നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഇനി മൂവി ടൈം അല്ലേ? അതോ ഉറങ്ങണോ? കുറച്ച് ഉറങ്ങുമ്പോഴത്തേക്ക് ദുബായ് എത്തും. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ടി വിയിലൊന്ന് കണ്ടിട്ട് കുറച്ചു നേരം കിടക്കാമെന്ന്. ഓണാക്കി വെച്ചോണ്ട് കിടക്കാമല്ലോ. ഓണാക്കി വെച്ചിട്ട് കിടക്കാമല്ലോ. അതെ. ഇതിന് വിൻഡോ വരെ ഇച്ചിരി സ്റ്റൈലിഷാണ്. മറ്റേ നമ്മൾ ഇങ്ങനെ വലിച്ചടയ്ക്കുന്നത് ഇത് ഓപ്പണും ക്ലോസും ഇങ്ങനെയാണ് കേട്ടോ. സ്റ്റൈലിഷാണ്. എല്ലാം തന്നു. തൽക്കാലം ഞാൻ ഐ മാസ്ക് എടുക്കാം. ഞാൻ കിടക്കാൻ ഈ ഐ മാസ്ക് നമുക്ക് പുറത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ഉപയോഗിച്ചത് വേറെ കൊടുക്കുന്നത് ശരിയല്ല. Thank you. Enjoy? Yeah, enjoy. What the hell did you just eat? അവരതിനോട് സ്നാക്സും തരുമോ തിന്നാൻ? ഞാൻ വെച്ചത് അവിടെ കിട്ടിയ എന്തോ സാധനം എടുത്ത് തിന്നെന്ന്. തണുപ്പത്തിരിക്കുമല്ലേ, ചൂട് ടവലൊക്കെ തന്നു. കഴുത്തിലൊക്കെ ചുമ്മാ വേണമെങ്കിൽ വെച്ചോ. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് ഇതിന്റെ സ്മെല്ലാണ് ഇഷ്ടപ്പെടാത്തത്. എടുത്തു. അവര് നോക്കിയപ്പോ രണ്ടെണ്ണം വെച്ച് തുറച്ചു. പക്ഷെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ എണീച്ചേ ഉള്ളൂ. ആള് പറയാം സൂപ്പർ ഫുഡായിരുന്നു, പിന്നെ വിളിക്കാനുള്ളതായിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചില്ല. കള്ളം പറയല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ട, പക്ഷെ എനിക്ക് തിന്നാൻ പറ്റുന്ന വല്ല ബ്രെഡോ മറ്റോ ഉണ്ടാവുകയും തിന്നാൻ. ഉള്ളത് പറയാലോ, ഞാൻ എൻ്റെ ലൈഫിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളതിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങി. അത് എനിക്ക് എന്നെ ഇവർ വിളിക്കല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടത്. ലിറ്ററലി അല്ലേ. ഇതിനേക്കാൾ ഒരു എക്സ്പെക്ടേഷനോടെയാണ് കയറുന്നത്. അതിലെ ഫുഡ് എന്തായാലും ഞാൻ കഴിക്കാൻ റെഡിയാണ്. എനിവേസ്, ഇവിടെ ദുബായിൽ ഇറങ്ങുമ്പോൾ ഒന്ന് ടക്കെന്നൊന്ന് അപ്പുറത്തെ ഗേറ്റ് വരെ നമ്മളെ കൊണ്ട് എത്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അത്രേ എനിക്ക് മനസ്സിലുള്ളൂ. എന്തായാലും ഞാൻ ഓട്ടത്തിനിടയിലൊന്നും എടുക്കുന്നില്ല. നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് കയറിയതിന് ശേഷം കാണാം. ഫുഡ് ചെയ്യാറില്ല. അതെ, ഫുള്ള് ഓട്ടോ നിരക്കുമായിട്ട് ഇരിക്കുവാണ്. ഓ താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും സ്കൂളിലാണോ രണ്ടുപേരും? ഓ ഓക്കെ, ഫൈൻ. എത്രയിലാ പഠിക്കുന്നത്? കേട്ടില്ല. എത്രയാ? നമ്മൾ മുകളിലാണ്. ഇത് വേറെ എന്തോ സാധനം അല്ലേ? Oh, either side. Whichever one you ഇതെന്ത് സാധനം ഉണ്ട്? എടാ ഇത് 3F. ഇതാണ് നമ്മുടെ സീറ്റ്. ഞാൻ അങ്ങോട്ട് കയറുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുന്നു. പറഞ്ഞ പോലെ ദുബായിക്കാണ് our own personalized mini bar. And ഇതിന് ടി വി കുറച്ച് അടുത്താണ്. ഇതൊക്കെ നമുക്ക് താത്തി തമ്മി നോക്കിയിരിക്കാം. എന്ത് പറയുന്നു?
ശരിയാണ്. ഇവിടെ ലെഗ് സ്പേസ് ഒക്കെ ഇത് മുട്ട ലെഗ് സ്പേസ്, പേഴ്സണലൈസ് മിനി ബാർ. എങ്ങനെയുണ്ട്? ഈ ഫ്ലൈറ്റിലും കയറി ആള് ചമ്പാകിനെ ഓർഡർ ചെയ്തു. ഷാമ്പെയിൻ ഇത്രയും കിടില സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്താ മറ്റേ കളിക്കാരൻ വൈൻ ആൻഡ് ബിയർ മിക്സ്ഡ്. ഞാനൊരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന്. എടുത്താ തൻ്റെ ഈ സാധനം എടുത്ത് എൻ്റെ പേഴ്സണലൈസ് മിനി ബാറിനകത്ത് വെച്ചു. അവിടെ സ്ഥലമുണ്ടോ? ഇല്ല. മറ്റേ ഫ്ലൈറ്റിൽ നമ്മൾ ആക്ച്വലി കയറിയപ്പോഴല്ലോ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ബിസിനസ് ക്ലാസിൻ്റെ ഒരു റിവ്യൂ ആണല്ലോ സത്യം. അപ്പം ഇവിടെ നോക്കി, ഇവിടെ ഇത് വെക്കാനുള്ള ഒരു ഗ്ലാസ്, 2 ബോട്ടിൽ. ഇത് ഏതോ വില കൂടിയ വെള്ളമാണെന്ന് തോന്നുന്നു. മറ്റേ ഇതുള്ളത് ഗ്രീൻ കളർ. പിന്നെ പറയാം. പിന്നെ വേറൊരു പ്രത്യേകത, എപ്പോൾ വന്നാലും സാർ യു വാണ്ട് കൂൾ ഡ്രിങ്ക്സ്, സാർ യു വാണ്ട് ഷാമ്പെയിൻ. നിങ്ങൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. അതെ, എക്കണോമി ആണെങ്കിൽ പച്ചവെള്ളം പോലും തരത്തില്ല. അപ്പോൾ ഇത് കൊള്ളാം. നല്ല ഒരു എന്താ പറയുക, ഒരു കംഫർട്ട്. ഫസ്റ്റ് ക്ലാസ് ഞാൻ നോക്കി കേട്ടാ. ഫസ്റ്റ് ക്ലാസ് പിന്നെ ഒരു ദിവസം. അതെ. അപ്പോൾ താങ്ക് യു ഓസി. പുള്ളിക്കാരിയാണ് എനിക്ക് ബിസിനസ് ക്ലാസ് സീറ്റൊക്കെ എടുത്ത് തന്ന് അടിച്ചു പൊളിച്ച് ഞാൻ അങ്ങ് പോവാണ്. അപ്പോൾ വേറെ ഫുഡൊക്കെ വരാനുണ്ട്. അപ്പോൾ ഓസി കിടന്ന് ഉറങ്ങുമായിരുന്നു. എനിക്കത് നേരത്തെ എടുക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ എടുത്ത് തരാൻ പറയാം. അങ്ങനെ പുള്ളിക്കാരി ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തു. ആഹാ, എന്ന മര്യാദ, എന്ന മര്യാദ. ജോണി വാക്കറിന്റെ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. 5 പറ. തിരിച്ചു വരുമ്പോ ചേച്ചി ഒരെണ്ണം കൂടെ തരാമോ? ഉള്ള അലമ്പാക്കിട്ടേ പോവാണ് നമ്മള്. പക്ഷെ അവരറിയില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്. നമുക്ക് ജാടയിൽ ഇരുന്നോണം. കുറെ പ്രാവശ്യത്തൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളത്. പക്ഷെ കുറെ ഓപ്ഷൻ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടുള്ളതാ, കാരണം ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. അതെ, ഇത് നടന്ന് എക്കണോമി പോയിട്ടുണ്ട്. പക്ഷെ അവര് കണ്ടുപിടിക്കണ്ടേ, കുറെ ഓപ്ഷൻ ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ 50,000 സ്വിച്ച് ഉണ്ട്. അല്ല, ഓസി പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മൾ ആദ്യമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് കാണിക്കണം. പക്ഷെ ഇത് ഏതൊക്കെ സ്വിച്ച് എന്താണെന്ന് ഒരു പിടിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും. നമ്മളിവിടെ കുറേ പ്രാവശ്യം ഫോട്ടോ എടുത്തതും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പം മറ്റേ ഫ്ലൈറ്റിനെയും കാട്ടി ഇതൊരു രക്ഷയില്ല. അതെ, ഈ സാധനം എങ്ങനെ താക്കണമെന്ന് ആ ഫ്ലൈറ്റിൽ അറിഞ്ഞൂടായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആക്കിയത്. അപ്പോൾ ഈ ഫ്ലൈറ്റാണ് കുറച്ചും കൂടെ അടിപൊളി കേട്ടോ. എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. ഇതേ അടിപൊളി. മറ്റത് കൊള്ളിലൊന്നല്ല, പക്ഷെ മറ്റതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബിഗർ ഫ്ലൈറ്റ്. കുറച്ചുകൂടെ അതെ 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 സത്യം. നമ്മൾ കുറച്ചുകൂടെ മേളിലാണ് നമ്മൾ ഇരിക്കുന്നതല്ലേ. പക്ഷെ ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ എന്താണോ ഓപ്ഷൻ എന്ന് ഞാൻ പഠിക്കട്ടെ. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ തുറക്കുന്നത്. ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓ, അത് കൊള്ളാം കേട്ടോ. അയ്യോ അയ്യോ, ഞാൻ ചുമ്മാ തട്ടി നോക്കിയതാ, പിന്നല്ല. വേറെ എത്രയല്ലേ ഉള്ളൂ അങ്ങനെ. ബിസിനസ് ക്ലാസ്സിൽ കുറേ നാൾ ട്രാവൽ ചെയ്താണ് അല്ലേ? പിന്നല്ല. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബാറുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കണ്ട എൻ്റെ ഒരു ബിസിനസ് ക്ലാസ് എവിടെയെന്ന് ഞാനത് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കാണാൻ പറ്റിയില്ല, ഒരു ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അതാണ് അത് ജസ്റ്റ് അത് വേറെ ആരുടെയോ ഞാൻ അതാണ് എനിക്കൊരു സംശയം. ഞാൻ അത് എടുത്തു വന്ന പോലെ എനിക്ക് അറിയത്തില്ല. ഓണായിരുന്നു, പക്ഷെ അവിടെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. നോക്കാം നമുക്ക് എന്തായാലും. വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ. പുള്ളിക്കാരി അവിടെ നിന്നാണ് എനിക്ക് ആക്ച്വലി ഷാമ്പെയിൻ ഒന്ന് തന്നത്. അപ്പം
ഇവിടെ ഒരാൾ വന്ന് അയാൾ തരും, അവർ തരും, അതാകുമ്പോൾ നിങ്ങൾക്ക് എത്തണ്ടല്ലോ എന്ന് ഇത്രയും ഇത് ഇതാവുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി വന്ന് പറഞ്ഞു ഞാൻ അതാണ് പറയുന്നത്. ആ ടൈറ്റാനിക്കിന് ആ ഫീൽ ആക്ച്വലി കിട്ടി. നമ്മളൊരു ടൈറ്റാനിക് ഷിപ്പിൽ വരുമ്പോൾ ഒരു പ്രീമിയം അതാണ്. മൂന്നാറിൽ കുക്ക് ചെയ്തെന്ന പോലെ. എന്റെ വൈബല്ല, എന്റെ വൈബാണ്. നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ടേസ്റ്റ് ബഡ്. അതായത് I can never even try that ചമ്പാകിനെ he did. ചമ്പാകിനെ. പാവം കട്ടൻ ചായയും ബിസ്ക്കറ്റും എന്നെ കാണിക്കും. തന്റെ മാത്രം അല്ല, ഇവര് വിചാരിക്കും ഒരു ഷാമ്പേനം വാങ്ങിയിട്ട് എവിടെ സീന പോടാണ്ട ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. വാങ്ങിയതല്ല, ഫ്രീ. എൻ്റെ അമ്മ, ഇത് ഒരു കാര്യമുണ്ട്, നമ്മൾ തിരിച്ചു വരുന്ന എക്കണോമി ഇത് എടുത്തേക്കുന്ന. ഞാൻ അശ്വിനോട് പറയാം, തിരിച്ച് നമുക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ബിസിനസ് ക്ലാസ് എടുത്താലോ എന്നിങ്ങനെ പറയാം. ട്രീറ്റ്മെൻറ്റൊക്കെ പറയാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഒരു വട്ടം ഇങ്ങനെ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ ഇതിലിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരണം കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ അവർ നമ്മളെ രാജാക്കന്മാരെ പോലെ അങ്ങ് ട്രീറ്റ് ചെയ്യും. ഇവിടെ ടൈറ്റാനിക്കിനകത്ത് റോസിനെ അവളുടെ കൂടെ ഉള്ള ഫിയാൻസിനെയും ട്രീറ്റ് ചെയ്യില്ല. അതുപോലെ ഭയങ്കര സ്നേഹം എല്ലാവർക്കും. ഒരു ദിവസം മാത്രം പണക്കാരായിട്ട് ജീവിക്കാം. ഒരു ദിവസം പണക്കാരനായിട്ട് ജീവിച്ചിട്ട് ചാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ പൈസ ഉണ്ടാക്കണതിന്. ഹാൻവേ അവിടെ ഷാംപെയിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ തിന്നാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ്, ഞാൻ അതും തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ മെനു വന്നിട്ടുണ്ട്, വൈൻ്റെ മെനു വന്നിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക്. സോ വി ആർ ടേക്കിംഗ് ഓഫ്. ഉഗ്രൻ റൺവേ അല്ലേ? ആദ്യമായിട്ടാണ് റൺവേ ഇങ്ങനെ കാണുന്നത്. സ്കൈ ഡൈവ് ചെയ്തപ്പോൾ 13,000 ഫീറ്റ് എന്നാണ് ചാടിയത്. ഇതിപ്പോൾ 9,000 ഫീറ്റിലോട്ട് കയറിയിട്ടേ ഉള്ളൂ ഫ്ലൈറ്റ്. എന്നിട്ട് തന്നെ 5 ഡിഗ്രിയാണ് വെളിയിൽ. ഞാനന്ന് ചാടിയപ്പോൾ എനിക്ക് അറിയത്തില്ല വെളിയിൽ ടെമ്പറേച്ചർ എന്തായിരുന്നു എന്ന്. കാരണം എൻ്റെ തൊണ്ട മുഴുവൻ അടിച്ചു പോയി. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കിടക്കാൻ റെഡിയായി. സീറ്റ് ബെൽറ്റ് സൈൻ പോലും ഓഫ് ചെയ്തില്ല. ഇങ്ങനെയുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാറാണ്. നമ്മുടെ നമുക്ക് വേറെ ഏത് അവിടുത്തെ ആക്സസ് ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയാലോ? എനിക്ക് അതിനുള്ള ഇംഗ്ലീഷ് അറിഞ്ഞോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ. ഒന്ന് വരുമോ? എന്നാലും നമ്മള് അത് നമ്മൾ ചോദിച്ചു ഒന്ന് ചോദിച്ചു നോക്കിയാലോ? അയ്യ, അവർ നമുക്ക് വന്ന് ടേബിൾ തുറന്ന് അതിനകത്ത് ടവലൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് ഫുഡ് തരുന്നത്. ഇവിടുത്തെ ഓറഞ്ച് ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. എന്റെ ദൈവമേ, എനിക്ക് സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ലടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടണോ? തനിക്ക് ഇഷ്ടപ്പെടും. എന്ത് ചെയ്യാനടോ? കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഇതെങ്ങനെ പൊട്ടിക്കണം എനിക്ക് അറിഞ്ഞുകൊണ്ടോ? പൊട്ടിക്കല്ല, താവോട്ട് വലിക്കും. അങ്ങനെയുള്ളോ? അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതേ തന്നെ ഇങ്ങനെ തുടക്കണമെങ്കിലോ? ഞാൻ എടോ ഇത് ഇങ്ങനെ കളിയാക്കല്ലേ? ഒന്ന് ചെയ്തേ. ഇങ്ങോട്ടെന്ന് സ്പൂണിന്റെ ടിപ്പ്. മണ്ടനാണോ നീ? മൈ ഗോഡ്. ഞാനിവിടെ ഒരു സിനിമയൊക്കെ ഓണാക്കി ഇട്ടപ്പോഴത്തേക്ക് ഇവർ വന്ന് ഫുഡൊക്കെ വെച്ചിട്ട് സിനിമ കാണാം. അശ്വിൻ ആദ്യമായിട്ടാണ് ബീഫ് സ്റ്റേക്ക് കഴിക്കുന്നത്. ബാക്കി ഒന്നും മെനുവിൽ അയാൾക്ക് പറ്റുന്നതായിട്ടാണ് കണ്ടില്ല. എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ വെട്ടി അങ്ങ് തിന്നെ.
ഇതൊക്കെ ഈ പച്ചയ്ക്ക് വെച്ചേക്കുന്നതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിത് എങ്ങനെ തിന്നുന്നതാണ് ആലോചിക്കുന്നത്. എനിക്ക് മണം പോലും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നോക്കട്ടെ തന്നെ എങ്ങനെയുണ്ട്. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ താവാവെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിടിക്കില്ല. ശരിയെന്നാ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സാധനം. കുറേ കാലത്ത് ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ ഒരു ബിയർ അടിച്ചിട്ട് പോകണമെന്ന്. സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും ഫ്രീ ബിയർ. അതെ, നമ്മൾക്ക് ഇൻഡിഗോയിലൊക്കെ കയറുമ്പോഴേക്കും വെള്ളം കുടിക്കണമെങ്കിൽ ക്യാഷ് നെറ്റ് വാങ്ങിക്കണം. വെള്ളം കുടിക്കുന്ന ക്യാഷ് നെറ്റ് ആണെങ്കിലും പിന്നെ ഇത് അലോ ചെയ്യത്തില്ല. ഒരു ആഗ്രഹം, എനിക്കൊരു വെള്ളക്കാരന്മാർ നമ്മൾ ഒരു ബിയറെല്ലാം അടിച്ച് ഷാമ്പെയിൻ മസ്റ്റ്. താങ്ക് യു. ആൻഡ് ഷാമ്പെയിൻ മസ്റ്റ് ഷാമ്പെയിൻ മസ്റ്റ് ട്രൈ ആണ്. അത് നല്ല ഒരു സൂത്തിങ് സാധനമാണ്. പ്ലസ് അത്രയ്ക്കും ആൽക്കോഹോൾ കണ്ടന്റ് അത്രയ്ക്കൊന്നുമില്ല. ഭയങ്കര നല്ലൊരു സാധനം. അതിന് കുറേ കുടിച്ചതിനെ എനിക്ക് ഓസി ഭയങ്കര വഴക്ക് പറയും. ഞാൻ ഇത് കഴിഞ്ഞ് ഒരു എണ്ണം കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. അത്ര നല്ല സാധനം. ബിക്കോസ് ഇതൊക്കെ ഭയങ്കര വില കൂടിയ സാധനം. നമുക്കൊന്നും ഇത് മേടിച്ച മുതലാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഉള്ളത് നല്ല പോലെ അനുഭവിക്കണം. ശരി, ടാറ്റ. ലെറ്റ് മീ എൻജോയ് ദ ഫുഡ്. ഞാനും എനിക്ക് വെള്ളക്കാരന്മാരി നല്ല ബീഫ് സ്റ്റേക്കും அப்புறம் ஹெனிக்கன் பியரும் சூப்பராக இருக்குது. വേറെ ലെവൽ ആംബിയൻസ്. ഫുഡിൻ്റെ ടേസ്റ്റ് വരെ മാറും നമ്മൾ ഓരോ സ്ഥലത്താക്കി നമ്മൾ കഴിക്കുമ്പോൾ. ഞാൻ ജനറലി ബീഫ് സ്റ്റേക്ക് കഴിക്കാറില്ല. സ്റ്റേക്ക് ഞാൻ കഴിക്കാറില്ല. എപ്പോൾ നോക്കിയാലും നാടൻ ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്. ദിസ് വൺ ഇതിൻ്റെ മെയിനുള്ള ഒഴിച്ചിരിക്കുന്ന ഈ സോസും പിന്നെ ഈ മാഷ് പൊട്ടറ്റോയുടെ കോമ്പിനേഷൻ ആൻഡ് ദ ബ്രോക്കോളി awesome. ആൻഡ് ഓൾസോ ഇതിലെല്ലാം കൊള്ളാം കേട്ടോ. പക്ഷേ ഈ ഐറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മാത്രം എനിക്ക് എന്ത് എവിടെയോ ഒരു അപാകത. ഓക്കെ, ഇച്ചിരി എക്സ്ട്രാ മാഷ് പൊട്ടറ്റോസ് ചോദിച്ചു നോക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫോട്ടോ. പുള്ളിക്കാരി പോളറോയിഡ് ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. സോ സ്വീറ്റ് ഓഫ് ഹർ. കുലുക്കി സർബത്ത്. ഇതാണ് യഥാർത്ഥ ബിസിനസ് ലോഞ്ചിന്റെ ടൂർ. എമിറേറ്റ്സ് കുലുക്കി സർബത്ത്. എമിറേറ്റ്സിന്റെ കുലുക്കി സർബത്ത്. How's it? Thank you. Enjoy. Thank you. സ്റ്റോറി വിളിക്കാൻ ജസ്റ്റ് ഒന്ന്. ആള് ഓടി നടന്ന് എന്ത് ഓർഡർ ചെയ്യാം ഡ്രിങ്ക്സ് എന്നും പറഞ്ഞ് നടക്കുവാണ്. ഇവിടെ ഇരുന്ന് ചേച്ചി ഇവനെ അങ്ങ് ഇളക്കി വിട്ടു. ഡ്രിങ്ക്സ് വേണോ മോനെ, ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഇളക്കി വിട്ടു. അവിടെ ഒരെണ്ണം മതി എന്ന് പറയാം. Just one, yeah. നമുക്ക് ഇസബെല്ല എന്ന് പറയുന്ന ഒരു സ്വീറ്റ് എയർ ഹോസ്റ്റസ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ എടുത്തു. സോ ക്യൂട്ട്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ മെമ്മറി റൈറ്റ് ബിഫോർ ക്രിസ്മസ്. പിന്നെ ഇത് പുള്ളിക്കാരുടെ ഹെഡ് ബാൻഡ് തന്നെ എനിക്ക് വെക്കാൻ തന്നു. ദാറ്റ് ഇസ് സോ സ്വീറ്റ് ഓഫ് ഹർ. നമ്മൾ ഫസ്റ്റ് എടുത്ത ഫോട്ടോയിൽ മാത്രം കുറച്ച് ഫ്ലാഷ് അടിച്ചു. പക്ഷെ എന്നാലും എനിക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടു. ക്യൂട്ട്. സോ ഞാൻ അവിടെ എത്തുന്നവരെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഒരാൾ സൈഡിൽ വളരെ സീരിയസ്
കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോസ്റ്റാ. ഞാൻ നല്ല പോലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് സ്ഥലം എത്തും. എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റും നീ പറയണ പോസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ കേട്ട്. പോടെ അപ്പം ഞാൻ കിടക്കാൻ പോകുന്നു. അപ്പോൾ കാണാം. ഇനിയിപ്പോൾ ലണ്ടൻ ലാൻഡ് ചെയ്തിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം. പക്ഷേ അല്ലെങ്കിൽ ലണ്ടൻ ലാൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ മാമുണ്ട് ചാഞ്ചാടാൻ പോവുകയാണ്. ബൈ. ഓക്കെ, സോ നമുക്ക് അടുത്തത് ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കൂപ്പൺ അതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വായിക്കാം. അതായത് ഗേറ്റ്സ് പ്ലീസ് യൂസ് ദ ഗേറ്റ്സ് ഇഫ് യു ഹോൾഡ് എ പാസ്പോർട്ട് ഫ്രം ദ ഫോളോയിങ് നേഷൻസ്. അതായത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയ, UK, USA ഇവരുടെയൊക്കെ പാസ്പോർട്ടാണ്. സോ ആ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂ ലൈക്ക് അത് ചെറിയ ക്യൂ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ആ സ്കാനിങ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ചെയ്ത് പോയാൽ മതി. പക്ഷേ വേറെ ബിസിനസ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ലെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി തിരക്ക് കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം ഇതെങ്ങനെ വർക്കാവുമെന്ന്. ബിക്കോസ് ലാസ്റ്റ് ടൈം എന്തോ ദിയ പോയപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. 2 hours നമ്മൾ നിന്നാണ് പറയുന്നത്. എക്കണോമി ആവുണ്ട്. സോ ഈ കാർഡൊന്നും അല്ല പറയാൻ വരട്ടെ, അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഇതിപ്പോൾ എത്ര മണി ഒരു അരമണിക്കൂർ നമുക്ക് എന്തായാലും അറിയാം. എന്ത് പറയാനാണ്. ഫീനിയസ് ആൻഡ് ഫർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഓവറോൾ ഉള്ളൊരു റിവ്യൂ നമ്മുടെ റൂം എത്തിയതിന് ശേഷം പറയാം. നമ്മൾ എവിടെയാണ് പോകണമെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? അതവിടെ എത്തിയിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ ലണ്ടൻ പോവാന്ന്. നമ്മുടെ Airbnb എത്തിയിട്ട് ബാക്കി റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ നമ്മുടെ ലണ്ടൻ ഹീത്രോ റൺവേ ആണ് ഈ കാണുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നു. അശ്വിൻ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്, വിത്തിൻ 10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കുത്തിക്കോ കുത്തിക്കോ. റിഫ്ലക്ടറിന്റെ മേളിൽ ഇറക്കിയോ, അതാണ് കുലുക്കം. ലണ്ടൻ എത്തി. ഞാൻ ടാക്സിയിൽ ഫ്രണ്ടിൽ കയറിയിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും. ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട്. അശ്വിൻ കയറിയില്ലാന്ന് തോന്നുന്നു. അശ്വിൻ വന്നിറങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെതറും സ്ഥലവും തന്റെ മനസ്സിലുണ്ടായിരുന്ന പോലെ തന്നെയാണോ? കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പില്ലേ? ഇല്ല. സോ നമ്മൾ നിൽക്കുന്ന സ്ഥലം എത്തി. നമ്മുടെ ക്യൂട്ട് കുട്ടി ബാത്റൂം ഉണ്ട് ഇവിടെ. ഇത് അശ്വിൻ്റെ എൻ്റെയും റൂമാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഫുൾ മിററാണ് ഇവിടെ. ഭാഗ്യത്തിന് ക്ലോസറ്റ് ബാത്റൂം നേരെ വെളിയുണ്ട്. അറ്റാച്ച്ഡ് അല്ലെങ്കിലും നേരെ വെളി തന്നെ ഉണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. ആൻഡ് ദെൻ നമ്മുടെ സോഫ ഏരിയ, അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അഞ്ജലി വരുമ്പോൾ കിടക്കാനാണ്. അഞ്ജലി കാണും. പിന്നെ അഗിന് സോഫയിലായിരിക്കും. TV. പിന്നെ നമ്മുടെ ഒരു കുട്ടി ഡൈനിങ് ഏരിയ. കറക്റ്റ് നമുക്ക് 4 പേർക്ക് വേണ്ടി കസേരയുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്താൽ നല്ല തണുപ്പാണ് വെളിയിൽ. ഓൾസോ നമ്മൾ പക്ക സിറ്റി ഏരിയയിലായതുകൊണ്ട് ഇവിടെ എല്ലാ ഏരിയാസും അടുത്താണ്. പിന്നെ ഇവിടെ ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ ഏരിയ ഉണ്ട്. അതെ. അല്ല അതിന്റെ റിവ്യൂ നമ്മൾ ഇവിടെ തിരിച്ച് റൂമിൽ വന്ന് നമ്മൾ ദേഹമൊക്കെ കഴുകി റിലാക്സ് ചെയ്തിട്ട് പറയും. ഇപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ബിറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അടുത്ത് കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോകണം. നമ്മുടെ ടാക്സി ഡ്രൈവർ തന്നെ നമ്മളെ ഓൺ ചെയ്തു. നാളെ ഒരു കടയും കാണത്തില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ വേഗം പോയി മേടിച്ചോളാൻ പറഞ്ഞു. സോ നമ്മൾ അടുത്തുള്ള ഫ്രൂട്ട് ഷോപ്പിലും, പിന്നെ അശ്വിന് വിശക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഫുഡ് കൂടെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിൽ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബിറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓ, എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി. നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ചോറും ഒരു സാഗാലു പോലത്തെ ഒരു സാധനം പോലെ, സ്പിന്നച്ച് പൊട്ടറ്റോ പോലെ. ഇവൻ സ്ഥിരം ഉള്ള പോലെ വന്നിട്ട് എക്സ്ട്രാ സ്പൈസി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുക. അയ്യോ, പാട്ട് കോപ്പിറൈറ്റ് അടിക്കും. സോറി, നമുക്ക് ഇന്നലെ സത്യം പറഞ്ഞാൽ വ്ളോഗ് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ എണീച്ച് ഞാൻ നെയ്യും കുറച്ച് സ്നാക്കൊക്കെ മേടിക്കാൻ ഇവിടെ ഏഷ്യൻസിൻ്റെ മാത്രം സൂപ്പർ മാർക്കറ്റൊക്കെയാണ് പലപ്പോഴും തുറന്നിരിക്കാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. അതുപോലെ തന്നെ ഒരു ഏഷ്യൻ ആളുടെ ആയിരുന്നു. ഇന്ത്യൻ അല്ല, പുള്ളി വേറെ ഏതോ രാജ്യമാണ്. എനിവേസ്, അപ്പോൾ അശ്വിൻ്റെ ബിസിനസ് ക്ലാസ് ഒരു റിവ്യൂ, മൊത്തത്തിലൊരു ഔട്ട്ലൈൻ പോലെ അത് പറ.
ലക്ഷറി, റോയൽറ്റി. അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരം നമുക്ക് എന്തൊക്കെയാണ് ഒരു ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് ചിലതൊന്നും കിട്ടാറില്ല. ഇതാണെങ്കിൽ അതൊന്നുമല്ല, നമുക്ക് എന്തൊക്കെയോ ആണോ ആവശ്യം, അത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്താലും അവർ നമ്മൾ എന്താ പറയുക ഓടിയെത്തും. എന്തേലും നോ ഇല്ല. സോ ദേ വിൽ ട്രൈ ടു ഫൈൻഡ് വൺ സൊല്യൂഷൻ ആൻഡ് എന്താ പറയുക ഗിവ് ഇറ്റ് ടു അസ് എന്ന് പറയത്തില്ലേ. ഭയങ്കര സീറ്റിംഗ് കപ്പാസിറ്റി ആയാലും കുറേ നേരമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഈ മുതുക് വേദന എടുക്കും. കുറേ രീതിയിൽ ഇത് നമുക്ക് കിടന്നു പോവാം, കുറച്ച് കഴിഞ്ഞ് ഓറടിച്ച് എണീച്ചിരിക്കുക. അതന്നെ സിനിമയെ കണ്ടു പോവാം. അതായത് ഈ ലോങ് യാത്ര ഇല്ലേ, ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ യാത്രയാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ. അയ്യോ, എക്കണോമിയിലുള്ള വേറൊരു പ്രോബ്ലം ഞാൻ പറയാം. തൊട്ട് ബാക്കി ഇരിക്കുന്ന ആള് കുറച്ച് ലേറ്റ് ആയിട്ടേ കഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ അവർ പറയും കുറച്ചു നേരം ഒന്ന് എണീച്ചിരിക്കോ നമുക്ക് കഴിക്കണം എന്ന്. അയ്യോ, അതിനേക്കാൾ ഇറിറ്റേഷൻ വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ കൊടുത്ത് പൈസയും കൊടുത്ത് പോകുന്ന ടിക്കറ്റിലെ സീറ്റ് നമ്മളോട് അയാൾ എണീച്ചിരിക്കാൻ പറയും. അങ്ങനെ ചിലവരുണ്ട്, ചില ഇറിറ്റേറ്റിംഗ് ആൾക്കാരുണ്ട് ഫ്ലൈറ്റിൽ. അവർക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അവർ തോന്നുന്ന സമയത്ത് തിന്നും, നമ്മളോട് എണീച്ചിരിക്കാനൊക്കെ പറയും. അത് ദാറ്റ് ഇസ് വെരി ഇറിറ്റേറ്റിംഗ്. അതൊന്നും ഭാഗ്യത്തിന് ഇതിലില്ല. കാരണം നമ്മൾ എത്ര ചാരിയാലും കിടന്നാലും അത് ബാക്കി ഇരിക്കുന്ന ആളെ അത് തൊടുന്ന പോലും ഇല്ല, അയാൾക്കത് അറിയുന്ന പോലും ഇല്ല. നമ്മൾ ട്രാവലിംഗ് ആക്ച്വലി ഇഷ്ടപ്പെടും അല്ലേ. പിന്നെ ആ ലൗഞ്ച് എന്ന് പറഞ്ഞൊരു ഉണ്ട്, നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ വ്ളോഗിലല്ലേ അവിടെ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു രീതിയിൽ വേറൊരു ഫാൻറ്റസി ആയിരുന്നു. നമ്മൾ ഈ സിനിമയിലേക്ക് കാണിക്കുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മളൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത്. അതും ആ ആഗ്രഹം എൻ്റെ സാധിച്ചു. സോ നമ്മൾ താമസിക്കുന്ന സ്ഥലം കഴിഞ്ഞ് പോയാട്ടോ, കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ക്രോസ് ചെയ്യാം. നമ്മുടെ ബിൽഡിംഗ് കാണിച്ചേ, അടിപൊളി ബിൽഡിംഗ്. ഈ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ്ങിൽ 4ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, സോ എൻ്റെ റിവ്യൂ സത്യം പറഞ്ഞാൽ അശ്വിനി പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് വാസ് റോയൽറ്റി ആൻഡ് നമ്മൾ തിരിച്ച് സത്യം പറഞ്ഞാൽ എക്കണോമിക് ഫ്ലൈറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ ഇനി വഴി എന്നാലോചിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അശ്വിൻ റോഡിൽ ആരുമില്ല, അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ വഴി എന്നാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷേ ഇറ്റ്സ് എ ലിറ്റിൽ ടു എക്സ്പെൻസീവ്. കൈ നിൽക്കുന്നേക്കാൾ കൂടുതലാണ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, ലൈക്ക് ഇൻ ലാക്സ്. അപ്പം നമ്മളതിങ്ങനെ വേണോ വേണ്ടേ, കയ്യിൽ നിന്ന് ഉള്ള അത്രയും പോകും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ബട്ട് നോക്കാം. എനിവേസ്, നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. See you all soon on my new exciting vlogs. Till then, bye and happy Christmas. Bye.